ഏലിയൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഓർമ്മ വരുന്നത് ഇതായിരിക്കും. അതെ, ഇത് കേൾക്കുമ്പോൾ പലർക്കും ഓർമ്മ വരുന്നത് ബെൻടെൻ ആയിരിക്കും. ബെൻടെൻ, ഏലിയൻ ഫോഴ്സ്, ബെൻടെൻ ക്ലാസിക് പോലത്തെ കാർട്ടൂണുകളായിരിക്കും. പക്ഷേ ഇതിനേക്കാളൊക്കെ മുമ്പ് ഈ ഏലിയൻസ് പരിപാടി എവിടെ വെച്ചാൽ തുടങ്ങിയെന്ന് നമ്മൾ നോക്കിയാൽ പണ്ട് തൊട്ടേ മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ള കോൺസ്പിറസി തിയറികളിൽ ഒന്നാണ് ഏലിയൻസ്. ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ, അതോ നമ്മളാണോ ഏലിയൻസ്, അല്ലോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ, അതെങ്കിലും വന്നു പോയോ, ഇതൊക്കെ കൊല്ലങ്ങളായി ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമുക്ക് പറയാനുള്ളത് അവിടെയല്ല. നമ്മുടെ മെയിൻ പരിപാടി എന്താണ്? സിനിമയാണ്. അങ്ങനെ ഒരുപാട് പിറകിലോട്ട് പോയാൽ നമ്മൾ എവിടെയാണ് ഈ പരിപാടിയൊക്കെ തുടങ്ങിയെന്ന് നോക്കിയാൽ 1902 തൊട്ടേ സിനിമകളിൽ ഏലിയൻസിന്റെ സാന്നിധ്യമുണ്ട്. അതെ, 1902 ഇറങ്ങിയ എ ട്രിപ്പ് ടു ദ മൂൺ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പടമാണ് ആദ്യമായിട്ട് ഒരു ഏലിയനെ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നത്. എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സൈലന്റ് ഫിലിമായിരുന്നു. എന്ന് വെച്ചാൽ ശബ്ദമില്ലാത്ത പടമായിരുന്നു. അങ്ങനെ കുറേ മനുഷ്യർ ഇവിടെ നിന്ന് നേരെ മൂണിലേക്ക് ട്രാവൽ ചെയ്യുന്നതും അവിടെ വെച്ചിട്ട് ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള എന്തോ ഒരു ജീവിനെ കാണുന്നതും അതിനെ തല്ലിക്കൊന്ന് കുഴിച്ചു കൂടുന്നതൊക്കെയാണ് അതിൻ്റെ കഥ. പക്ഷെ ഇത് അന്നേ അവർ ആലോചിച്ച് വെച്ചിരുന്നു. അതായത് മൂണിൽ പോകുന്നതൊക്കെ അവർ അന്നേ ആലോചിച്ച് വെച്ചിരുന്നു. നമ്മൾ പിന്നെയും കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ അങ്ങോട്ട് നമ്മളൊന്നും പറയണ്ട, നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ പല ഏലിയൻ പടങ്ങളും കണ്ടിട്ടുണ്ട്. ചരല് വാരി എറിയുന്ന പോലെയായിരുന്നു ചറപ്പറെന്നും പറഞ്ഞ് പടങ്ങൾ വന്നുകൊണ്ടിരുന്നത്, ഏലിയനെ ബേസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളതൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഏലിയൻ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി, ഒരു ഫ്രാഞ്ചൈസ് തന്നെ ഇറങ്ങി. പ്രിഡേറ്റർ, മറ്റത് മറിച്ചത്, അറൈവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചറപ്പറ പറഞ്ഞ് ലോഡ് കണക്കിനാണ് പിന്നെ ഏലിയൻ പടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേരുന്നത്. പക്ഷേ ഈ ഏലിയൻസിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിലെ യക്ഷികളുടെ പോലെയാണ് ഇവർ. കാരണം ഇവർ അമേരിക്കയിലല്ലാണ്ട് വേറൊരു സ്ഥലത്തും വരില്ല, വേറൊരു സ്ഥലത്തേക്കും പോകില്ല. അമേരിക്കക്കാരല്ലാണ്ട് വേറൊരാളുടെ നുള്ളി നോവിക്ക് പോലുമില്ല. അമേരിക്കയുടെ 1.5 കിലോമീറ്റർ ചുറ്റളവിലല്ലാണ്ട് ഇന്ത്യയും പാകിസ്ഥാനൊന്നും ഏലിയൻസിനെ അറിയ പോലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അമേരിക്ക മാത്രം ബോംബിടാൻ, അമേരിക്കയിലത്തെ ആൾക്കാരെ കൊല്ലാനും വേണ്ടി മാത്രം വരുന്ന ഒരു പ്രത്യേകതരം ജീവികളായിരുന്നു ഇവരൊക്കെ. പക്ഷേ പറഞ്ഞു നോക്കിയാൽ അവർ ലോകത്തിനെയാണ് കൊല്ലാൻ വരുന്നത്. പറച്ചിൽ അവർ ലോകം നശിപ്പിക്കാൻ വേണ്ടി വരാണ്. പക്ഷേ അവരുടെ ലോകം എന്ന് പറയുന്നത് അമേരിക്ക മാത്രമാണ്. ഇവരുടെയൊക്കെ മോന്ത കണ്ടാൽ നമുക്ക് ഛർദ്ദിക്കാൻ തോന്നും. കണ്ടാൽ തന്നെ ഇറക്കും ഈ ഏലിയൻസിനൊക്കെ. കണ്ടാൽ ഒരു ലുക്കും ഇല്ല. അപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ സിനിമയിലേക്ക് ഈ സാധനം അങ്ങോട്ട് വരുന്നത്. ഇന്ത്യൻ സിനിമയിലെ പല ഇതുകളും എന്ന് വെച്ചാൽ കുറേ കാലങ്ങൾക്ക് മുമ്പേ ഏലിയൻ എന്ന് പറയുന്ന കോൺസെപ്റ്റും പടങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ വലിയൊരു ഹിറ്റ് എൻ്റെ ഒരു ഓർമ്മയിൽ എടുത്ത് പറയുകയാണെങ്കിൽ കോയി മിൽ ഗേ ആയിരിക്കും, നമ്മുടെ ഹൃത്തിക് റോഷൻ്റെ. കാരണം നമ്മുടെ ഈ അതിന് ശേഷമാണ് പടം പറഞ്ഞ് ഈ ഏലിയൻ പടങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെയും വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ജാദുവിനെ കണ്ടാൽ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? നമ്മുടെ നല്ല ലുക്കുള്ള ഏലിയനായിരുന്നത്. ലുക്ക് മാത്രമല്ല, നല്ല നീല നിറത്തിൽ കുഞ്ഞായിട്ട് നല്ല മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നല്ല കൊഞ്ചിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിടിലൻ നമ്മളെ ഏലിയനായിരുന്നു അത്. ബാക്കിയുള്ള ഇംഗ്ലീഷുകാരന്മാരെ പോലെ മുഖം കണ്ടാൽ ഇറക്കണ ടൈപ്പൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ കോയി മിൽ ഗേ ഇറങ്ങുന്നത് ഞാൻ ജനിച്ച അതേ വർഷമാണ്, 2003. പോരാത്തതിന് ഇതിൻ്റെ ക്രിഷിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇത് ഞാൻ അറിഞ്ഞത്. ഞാൻ ജനിച്ചിട്ട് ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ടാണ്. എപ്പോഴും ഒരു ദിവസം ഞാൻ ടി വിയിൽ കൃഷാന്നും പറഞ്ഞ് ഈ പടം ഇരുന്ന് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയോ, ഈ 2003 ഈ സംഭവം ഹിന്ദി പടത്തിൽ വരുന്നേക്കാളും മുമ്പ് നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റിൽ, നമ്മുടെ തമിഴ്നാട്ടിൽ ഇതുപോലത്തെ ഒരു സംഭവം വർഷങ്ങൾക്ക് മുമ്പേ ഇതേ കോൺസെപ്റ്റിലൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 1963 നമ്മുടെയൊക്കെ വാത്യാർ MGRൻ്റെ പടം കലയരസി. അതായത് കോയി മിൽ ഗേ ഇറങ്ങണേക്കാളും ഒരു 40 കൊല്ലം മുമ്പ് നമ്മുടെ MGR ഇതേ കോൺസെപ്റ്റിലൊരു പടം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് വരാം, നമുക്ക് മല കയറി കേരളത്തിലേക്ക് വരാം. കേരള സിനിമയിൽ അടുത്തിറങ്ങിയ ഒരു ഏലിയൻ പരിപാടി സംഭവങ്ങളൊക്കെ പെട്ടിക്കുന്ന ഒരു പടമാണ് നമ്മുടെ ചുരുളിയിൽ. അങ്ങനെ ഡയറക്റ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സീനിൽ ജസ്റ്റ് ഒരു ചുമ്മാ കാണിക്കുന്നുള്ളൂ ഏലിയൻസ് ആണ് സംഭവം എന്ന്. പുള്ളി അങ്ങനെ തുറന്നടിച്ച് അതിനെപ്പറ്റി പറയുക, അല്ലെങ്കിൽ ഫുൾ അതിൻ്റെ പിറകിൽ എന്താണ് നടക്കണം, എന്താ പരിപാടി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ആ ഏലിയൻസിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഏലിയൻ പടമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. കാരണം അതൊരു ഏലിയൻ അബ്ഡക്ഷൻ ആണെന്നാണ് കൂടുതലും തിയറീസ് വരുന്നത്. പക്ഷെ പിന്നെ കുറേ കാലങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 10 കൊല്ലത്തിന് മുമ്പ്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ സൂര്യയിൽ ഞാൻ ഒരു പടം ഒരു ദിവസം കണ്ടു. ഞാൻ അന്ന് ഈ വെക്കേഷനൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിൽ വെറുതെയൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഈ പടങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഞാൻ അങ്ങനെയാണ് ഈ ഹിന്ദി പടങ്ങളും തെലുങ്ക് പടങ്ങളും അങ്ങനത്തെ ടി വിയിലൊക്കെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ അന്നൊരു ദിവസം ഒരു പടം ഞാൻ കണ്ടു. ആ പടം കണ്ടപ്പോൾ വളരെ എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫറെൻറ്റ്. കളർ ടോൺ തന്നെ വേറൊരു ടൈപ്പിൽ. ശരിക്കൊരു പടം പോലെ തോന്നുന്നില്ല. പല സീക്വൻസുകളും പടം പോലെയേ തോന്നുന്നില്ല. ഒരു റിയൽ സംഭവം. ആ പടത്തിൻ്റെ പേരാണ് റെഡ് റെയിൻ. അന്ന് അത്ര വലിയ കാര്യമായിട്ട് ജയിക്കാതിരുന്ന പടമാണ്. അന്ന് ടി വിയിലും വലിയ കാര്യമായിട്ട് റെക്കഗ്നേഷനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായ പടമാണ്.
എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്കിപ്പോഴും പിടിയിട്ടിരുന്നില്ല ഞാൻ അത്രയും ചെറിയ പ്രായത്തിൽ എങ്ങനെ ഇതുപോലത്തെ ഒരു പടം ഇഷ്ടപ്പെട്ടു എന്ന്. അത് ഇടയ്ക്കിടയ്ക്ക് ടി വിയിൽ വരുമായിരുന്നു. അത് ഞാൻ ഇങ്ങനെ നമ്മൾ പണ്ട് ഈ പേപ്പറിലൊക്കെ ഇട്ട് ടി വിയിൽ എന്തൊക്കെയാണെന്ന് നോക്കുമായിരുന്നല്ലോ, അന്ന് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ട് റെഡ് റെയിനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് കാണും, ശരിക്കും ആ ടൈം പിടിച്ചിട്ട് ഇരുന്ന് കാണും. കാരണം എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അന്നത്തെ ആ ഒരു ടൈമിൽ കേരളത്തിൽ തന്നെ ഒരുപാട് ഇതുപോലെ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് എന്താണെന്നറിയാൻ പാടില്ലാത്ത കുറേ ഇവൻസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പടത്തിൽ തന്നെ കാണിക്കുന്നുണ്ട് ഒരു 3 നക്ഷത്രങ്ങൾ പോലത്തെ സംഭവങ്ങൾ, ഈ വെളിച്ചങ്ങൾ, 3 വെളിച്ചങ്ങൾ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു. വലിയൊരു ആസ്ട്രോയിഡ് പോലത്തെ എന്തോ ഒരു സംഭവം വന്ന് ഒരു ആൾക്കാരൊക്കെ തിങ്ങിപ്പാർത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് വന്നിടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പോരാത്തതിന് ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പശുക്കളൊക്കെ ഉണ്ടല്ലോ, അത് ഈ മിണ്ടാപ്രാണികൾ, ഈ പശുക്കൾ, നാൽക്കാലികൾ, അതുപോലത്തെ സംഭവങ്ങളൊക്കെ മരിച്ചു പോകാൻ പെട്ടെന്ന്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ അവരുടെ മേത്തൊരു കീറൽ പോലുമില്ല, പക്ഷെ അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസ് കാണാനില്ല. ഇതൊക്കെ അന്ന് കാണുമ്പോൾ ആ ഒരു ടെറർ ഇങ്ങനെ ഫീൽ ആവുമായിരുന്നു. പെരിവരലിൽ നിന്ന് ഒരു പേടി ഇങ്ങനെ അരിച്ചരിച്ചരിച്ചരിച്ച് കയറും. ശരിക്കും പേടിയാവുമായിരുന്നു. ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് പക്ക ഒരു ഹൊറപ്പടം പോലെയായിരുന്നു എനിക്കത്. ലാസ്റ്റ് നരേൻ വന്ന് നിന്ന് ആ ഏലിയനെ കാണുമ്പോൾ നമ്മൾ ടോട്ടലി ഞെട്ടിപ്പോവും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു സംഭവം. റെഡ് റെയിൻ ആണ് ഈ റെഡ് റെയിൻ എന്ന് പറയുന്ന പേര് തന്നെ ആ ടൈമിൽ കൊല്ലത്തോ എവിടെയെങ്ങാണ്ട് ഇതുപോലെ ചുമന്ന കളറിലുള്ള മഴ എങ്ങാണ്ട് പെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് എടുത്തത്. പോലത്തേന് അത് ഒരു ഫൗണ്ട് ഫൂട്ടേജ് പടം പോലെയൊക്കെ ആയിരുന്നു. ഈ നമ്മുടെ സൈലൻറ്റ് വാലിയിലേക്ക് നരേനും പുള്ളിയുടെ ഫ്രണ്ട്സും കൂടെ ഇടിച്ചു കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് രാത്രി അവിടെ തന്നെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ അവർ ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും അവരുടെ കയ്യിലുള്ള ഒരു ക്യാമറ, ഒരു നൈറ്റ് വിഷൻ ക്യാമറയിലാണെന്ന് തോന്നുന്നു. ആ ഒരു സീക്വൻസ് ഫുൾ അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. ആ സീക്വൻസിൻ്റെ ഏകദേശം 10-20 മിനിറ്റ് ഉണ്ട് ആ സീക്വൻസ്. അത് പക്ക റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നും. അത്രയും നന്നായിട്ട് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് വെളിച്ചം വീണ് കഴിയുമ്പോൾ സൈലൻറ്റ് വാലിയുടെ ഏതൊരു പോർഷനിൽ എത്തുമ്പോഴാണ് ഒരു അന്യഗ്രഹ ജീവിനെ പുള്ളി കാണുന്നത്. അപ്പോഴാണ് മറ്റേ വിരൽ ആ അന്യഗ്രഹ ജീവൻ വന്നിട്ട് നരേൻ്റെ വിരലിൽ ഇങ്ങനെ മുട്ടിച്ചു നോക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്കൊരു പെയിൻറ്റിങ് ആണ് ഓർമ്മ വന്നത്. ദ ക്രിയേഷൻ ഓഫ് ആഡം എന്ന് പറഞ്ഞിട്ട് മൈക്കിൾ ആഞ്ചലോൻ്റെ ഒരു പെയിൻറ്റിങ് ഉണ്ട്. എനിക്കത് ഈ സീക്വൻസ് ക്ലിയർലി അതിൽ നിന്നായിരിക്കും ഇൻസ്പയർഡ് ആയിരിക്കുന്നത്. പോരത്തേന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീക്വൻസ് എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നായകനായിട്ടുള്ള നരേൻ്റെ കഥാപാത്രം നിന്ന് ഈ യൂണിവേഴ്സിനെ പറ്റി ഇതിനെല്ലാത്തിനെയും പറ്റി ചിന്തിക്കുകയാണ്, പറയുകയാണ് ആൾക്കാരുടെ മുമ്പിൽ വെച്ച്. അതും വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യനെ പോലെ, അതായത് എന്തോ ഒരു വെളിവ് തന്ന പോലെ. ഈ ആ പെയിൻറ്റിങ്ങിൽ നോക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ മനുഷ്യന്മാർക്ക് ഒരു സംഭവം തരുന്ന പോലെയൊക്കെയാണ്. പക്ഷേ ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബ്രെയിൻ തന്നെയാണ് ദൈവമായിട്ട് കാണിക്കുന്നത്. അതായത് ദൈവം എന്ന് പറയുന്ന ആൾ നമ്മുടെ അകത്ത് തന്നെയുണ്ട്, നമ്മുടെ ഈ ബ്രെയിൻ തന്നെയാണ്. നമ്മുടെ ബ്രെയിനാണ് ഏറ്റവും വലിയ സംഭവം. അങ്ങനെ വളരെ കിടിലനായിട്ടുള്ള ഏറ്റവും നല്ല രീതിക്ക് എടുത്തു വെച്ചൊരു പടമാണ്. പക്ഷേ എന്നിട്ടും അത് തിയേറ്ററിൽ വിജയിച്ചില്ല. അതുപോലെ തന്നെ ടി വിയിലും വലിയ കാര്യമായിട്ട് ഓടിയില്ല. ഇപ്പോൾ കുറേ നാളായെന്ന് തോന്നുന്നു ആ ടി വി തന്നെ വന്നിട്ട്. ഞാൻ പക്ഷേ ഡൗൺലോഡ് ചെയ്ത് ഇടയ്ക്കൊക്കെ ഇരുന്ന് കാണാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പടമാണത്. നിങ്ങൾ മാക്സിമം ആ പടം കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ കാണുക.